ഇട്ട് ഖുറാന് തീരെ വിലയില്ലേ. അത് നിങ്ങൾക്ക് അതിന് വിലയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് അത് കാണുമ്പോൾ അത് ബുദ്ധിമുട്ടുണ്ട്. ദയവ് വിചാരിച്ച അങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങൾ ഇങ്ങനത്തെ ഈ വേസ്റ്റും ചാക്കിൽ ഇടരുത്. ഓരോ മുസ്ലിം മതവിശ്വാസിയും ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ട വാക്കാണ് ഹരിതകർമ്മസേന ഈ പറഞ്ഞത്. ഹലോ, ഈ 12ാം വാർഡിലെ ജനങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്, അതും പ്രത്യേകിച്ച് സ്ത്രീകളോട്. നമ്മുടെ ഈ മൂത്തേടം പഞ്ചായത്തിൽ ഈ 18 വാർഡിലും ഹരിതകർമ്മസേന പ്രവർത്തിക്കുന്നുണ്ട്. ഒരൊറ്റ വാർഡിൽ നിന്നും ഒരു മതത്തിൻ്റെയും ഗ്രന്ഥങ്ങൾ അതും വേസ്റ്റ് ചാക്കിനുള്ളിൽ വേസ്റ്റിനുടെ എല്ലാ വേസ്റ്റിൻ്റെയും കൂടി അത് കിട്ടിയ വേസ്റ്റിനകത്ത് പാട് വരെ ഉണ്ടായിരുന്നു. ഒരു ഖുറാന അങ്ങനെ ഇട്ട് ഖുറാന് തീരെ വിലയില്ലേ. അത് നിങ്ങൾക്ക് അതിന് വിലയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് അത് കാണുമ്പോൾ അത് ബുദ്ധിമുട്ടുണ്ട്. ദയവ് വിചാരിച്ച അങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങൾ ഇങ്ങനത്തെ ഈ വേസ്റ്റും ചാക്കിൽ ഇടരുത്. വേറൊരു മതക്കാരത് ഇന്നു വരെ ഞങ്ങൾക്ക് കിട്ടിയില്ല. ഒരു മതക്കാരോടും വേണ്ട. അത് നിങ്ങൾ വീട്ടിൽ നശിപ്പിക്കുക. അത് എങ്ങനെയാണ് നശിപ്പിക്കാൻ കഴിയുന്നത് അങ്ങനെ ചെയ്യുക. ദയവ് ചെയ്ത് നിങ്ങൾ ഈ വേസ്റ്റ് ചാക്കിൽ അത് ഇങ്ങോട്ട് തന്നു വിടരുത്. ഓരോ മുസ്ലിം മതവിശ്വാസിയും ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ട വാക്കാണ് ഹരിതകർമ്മസേന ഈ പറഞ്ഞത്. നിങ്ങൾ ഈ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന അതിൻ്റെ കടലാസ കഷ്ണങ്ങൾ, വിശുദ്ധ ഖുർആൻ്റെ കോപ്പികൾ നിങ്ങൾ എന്തിനാണ് ഈ വേസ്റ്റിൽ കൊണ്ടിടുന്നത്? നിങ്ങളുടെ വീട്ടിൽ വിശുദ്ധ ഖുർആൻ നിങ്ങൾ ഉപയോഗിക്കാത്തതുണ്ട് എന്നുണ്ടെങ്കിൽ അത് കളയാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെ സംവിധാനങ്ങൾ, മതം പഠിപ്പിച്ച മാർഗങ്ങളുണ്ട്. ആ ഹരിത കർമ്മസേന അംഗത്തിലെ മുസ്ലിമായ ആ ഒരു സ്ത്രീ പറയുന്നൊരു വാക്കുകൾ കണ്ടോ? ഇതൊരിക്കലും ഒരു മതത്തിൻ്റെ ഗ്രന്ഥവും ഇങ്ങനെ നശിപ്പിക്കരുത്. അവർ കൊടുക്കുന്ന റെസ്പെക്റ്റ് പോലും മുസ്ലിം സമൂഹം ഇതിന് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ഖുർആൻ നമ്മൾ ഉപയോഗിക്കാത്ത ഖുർആൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കൂട്ടിയിട്ടിട്ട് നന്നായിട്ട് കത്തിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, ചാരം വെള്ളത്തിലോ മറ്റോ കളയാം. എന്നാലും നമ്മൾ ആ ഖുർആൻ എന്ത് ചെയ്യരുത്, ഒരാൾക്കൊരു മോശം രീതിയിലേക്കാകുന്ന രീതിയിൽ ഇത് കൊടുക്കരുത്. കാരണം ഇങ്ങനെ കൊടുക്കുന്ന വേസ്റ്റ് പേപ്പറുകൾ പല രീതിയിൽ റീയൂസ് ചെയ്ത് വരും. അതിനെന്തിനാണ് നമ്മൾ വിശുദ്ധ ഖുർആൻ്റെ കടലാസുകൾ ഒരു കാരണമാക്കണം? എന്തിനാ? ആ ഒരു സ്ത്രീ പറഞ്ഞ വാക്കുകൾ ഓരോ വിശ്വാസിയുടെ ഉള്ളിലും പതിയേണ്ടുന്ന കാര്യങ്ങളാണ്. പല സ്ഥലങ്ങളിലും ഈ വിഷയമുണ്ട്. ഇപ്പം നാളെ ഇവിടുന്ന് വിഷുവിനോ മറ്റോ പടക്കം തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പടക്കം കൊണ്ടുമ്പോൾ ആ പടക്കം ഉണ്ടാക്കിയിട്ടുള്ളത് കുന്നംകുളത്ത് നിന്നാണ് പടക്കം വന്നത് വിശുദ്ധ ഖുർആൻ്റെ കോപ്പികളായിട്ടാണ്. നമ്മുടെ വീട്ടിൽ കുട്ടികളൊക്കെ മദ്രസയിലൊക്കെ പഠിക്കുന്ന സമയത്ത് അവരെ ക്ലാസ്സിലേക്ക് വേണ്ടിയുള്ള ഖുർആനുകളുണ്ടാവും. കുട്ടികളത് ഓതി പഠിക്കുമ്പോൾ തന്നെ അത് ഏകദേശം ഡാമേജ് ആയിട്ടുണ്ടാവും. അങ്ങനെ ഡാമേജായ ഖുർആൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. അത് ആ രീതിയിൽ യൂസ് ചെയ്തത്. ഒരു പക്ഷേ അബദ്ധത്തിലെങ്ങാനും ചെയ്തതാവും. ഞാൻ മനസ്സിലാക്കണില്ല അത് ബോധപൂർവം ഒരു വിശ്വാസി ഇങ്ങനെ ചെയ്യുന്നുള്ളത്. പക്ഷേ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. ഇതിപ്പോൾ ഹരിതകർമ്മസേന വിഷയം ഗ്രൂപ്പിലിട്ടത് കൊണ്ട് നമ്മൾ അറിയാതെ പോണ എത്രയോ സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എന്തായാലും വളരെ വിഷമം തോന്നി ഇത് കണ്ടപ്പോൾ.